സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന, ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന, തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെന്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിലമ്പൂരിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയും ഏറ്റവും നല്ലൊരു MLA ആയി ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആൾ സ്വരാജ് തന്നെയാണ്. പ്രശസ്ത സിനിമാ താരം ജോയി മാത്യു നിലമ്പൂരിലെത്തി പ്രസംഗിച്ചാൽ UDF ജയിക്കുമോ? ഗണേഷ് കുമാർ പ്രസംഗിച്ചാൽ LDF ജയിക്കുമോ? ഇല്ല എന്ന് ഏത് വകതിരിവുള്ള മലയാളിക്കും അറിയാം. കാരണം ഇതാണ്: ഇടതുപക്ഷ ദർശനത്തിൻ്റെ 7 അന്നൂരക്കൂടി പോലും പോകാൻ ശ്രമിക്കാത്ത ഒരാളാണ് ഗണേഷ്. കാതിലെ രോമം, നെഞ്ചിലെ വെടിക്കല, ഇങ്ങനെയുള്ള ഫ്യൂഡൽ സങ്കല്പത്തിൽ ജനിച്ചു പുലർന്ന ഗണേഷ് ഏതെങ്കിലും ഒരു തിരിവിൽ അറിയാതെ പോലും ഇടതുപക്ഷ സ്വഭാവം കാണിച്ചിട്ടില്ല. അത് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കൊല്ലും കൊലയും ഉണ്ടായിരുന്ന കുടുംബത്തിൽ പിറന്ന ഗണേശൻ കാലാന്തരത്തിൽ ഇടതുപക്ഷ മന്ത്രിയായത് എങ്ങനെയെന്നും മലയാളിക്കറിയാം. അത് വിശദമാക്കേണ്ട കാര്യമില്ല. അധികാര രാഷ്ട്രീയത്തിൽ അപ്പക്കഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ജോയി മാത്യു ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയിലെ നായകനായിരുന്നു. പിന്നെ ഒരു പുസ്തക പ്രസാധനശാല നടത്തി. തുടർന്ന് ഗൾഫിൽ മാധ്യമപ്രവർത്തകനായി. തിരിച്ചു വന്ന് സിനിമാ സംവിധായകനും നടനുമായി. അങ്കിൾ എന്ന സിനിമയിൽ പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുന്നതെന്ന സംഭാഷണം മമ്മൂട്ടി പറഞ്ഞെങ്കിലും എഴുതിയത് ജോയി മാത്യു ആവാനാണ് സാധ്യത. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് കടുത്ത പിണറായി അഥവാ ഇടതുപക്ഷ വിരുദ്ധനായത്? പ്രത്യയശാസ്ത്ര തർക്കമൊന്നും ഇവിടെ ഉണ്ടായതായി അറിയില്ല. ഗണേഷും ജോയി മാത്യുവും 2 മാതൃകകളാണ്. ഒരാൾ ഇടതുപക്ഷ ജീവിതത്തിൻ്റെ തരുമ്പും പിന്തുടരാത്ത ആൾ, കോൺഗ്രസിൻ്റെ അടിസ്ഥാന ദർശനം ഒട്ടും പിൻപറ്റാൻ സാധ്യതയില്ലാത്ത മറ്റൊരാൾ. ഇവർ 2 പേരും നിലമ്പൂരിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്: ജനങ്ങൾ അർഹിക്കുന്ന നേതാക്കളെയാണ്, സാംസ്കാരിക മുഖങ്ങളെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് ആരും ആരെയും കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല. CP ശ്രീധരൻ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ആത്മാർത്ഥത കൊണ്ടാണ്. P ഗോവിന്ദപിള്ള ഇടതുപക്ഷത്തിന് വേണ്ടി പ്രസംഗിച്ചതും അതേ ആത്മാർത്ഥത കൊണ്ട് തന്നെ. വൈശാഖൻ മാഷിൻ്റെ ഇടതുപക്ഷ നിലപാടിനെയും നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. എഴുത്തുകാർ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റെന്ന് പറയാനാവില്ലല്ലോ. പക്ഷേ തൽക്കാല ലാഭലക്ഷ്യത്തോടെ ഇറങ്ങിപ്പുറപ്പെടുന്നവരെ ജനം പെട്ടെന്ന് തിരിച്ചറിയും. ഇന്ന് നമ്മുടെ ചില എഴുത്തുകാർ നടത്തുന്ന ഇടതുപക്ഷ പ്രണയം അത്ര സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുത്തരം പറയാൻ AK ബാലന് യാതൊരു സംശയവും ഉണ്ടാകില്ല. ജീവിതം കൊണ്ട് ഇടതുപക്ഷ സ്വഭാവം കാണിക്കാൻ കഴിയാത്തവരെയാണ് സംശയത്തോടെ പൊതുസമൂഹം നോക്കുക. സംശയിക്കാനില്ല. സഞ്ചിതൂക്കികളെ കൊണ്ട് ഇനി ജീവിക്കാനാവില്ല എന്ന് സാംസ്കാരിക മന്ത്രിയായ സന്ദർഭത്തിൽ ബാലൻ കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞത് വെറുതെയല്ല.